എവ്രിവൺ, ഇന്ത്യൻ എഡ്യു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വെസ്, എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം, എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് വെസ് കിട്ടുമോ എന്നിങ്ങനെ ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. വെസ് എന്ന് പറഞ്ഞാൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ്. ഇതൊരു തേർഡ് പാർട്ടി ഏജൻസിയാണ്. അതായത് കാനഡ അല്ലെങ്കിൽ UK പോലുള്ള പല സ്ഥലങ്ങളിലേക്കുമുള്ള ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ നടത്തുന്ന ഒരു ഏജൻസിയാണ് വെസ് എന്ന് പറയുന്നത്. വെസ് പോലെ തന്നെ നൈക്കാസ്, ICSS തുടങ്ങി ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ നടത്തുന്ന 7ഓളം അപ്രൂവ്ഡ് ക്രെഡൻഷ്യൽ ഏജൻസീസ് നാട്ടിൽ നിലവിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വെസ് എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ക്വാളിറ്റി ഉള്ളവരായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാനും, അതുപോലെ അതിൻ്റെ ക്രെഡൻഷ്യൽ, അതായത് ലീഗൽ ആണോ അല്ലെങ്കിൽ ജെന്യൂൻ ആണോ, അതുപോലെ അവർ നാട്ടിൽ ചെയ്തിട്ടുള്ള ഡിഗ്രി, PG ഏതുമായിക്കോട്ടെ, അത് കാനഡയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വെസ് ചെയ്യുന്ന രാജ്യത്തേക്ക് എത്തുമ്പോൾ അവിടെ ഏത് ലെവലാണ്, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഡിഗ്രി, PG, PhD എന്ന് പറയുന്നത് പോലെ അവിടേക്ക് എത്തുന്ന സമയത്ത് ലെവൽ 6, ലെവൽ 7, ലെവൽ 8 എന്നിങ്ങനെയാണ് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ, ഇപ്പോൾ ഡിഗ്രി ആണ് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത് എങ്കിൽ അത് ലെവൽ 6 ആണോ ലെവൽ 7 ആണോ എന്നിങ്ങനെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കൂടെയാണ് വെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഡിഗ്രി ആണ് വെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പം കാലിക്കറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റും അതുപോലെ സർട്ടിഫിക്കറ്റും വെസ്സിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ അവർ പറയുന്ന ഡോക്യുമെൻസിൻ്റെ കൂടെ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. നോർമൽ ലെവലിൽ 5000 തൊട്ട് 25,000 വരെ ഫീസ് ഈടാക്കുന്ന യൂണിവേഴ്സിറ്റീസ് നിലവിലുണ്ട്. അതിനുശേഷം യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നത് ഓൺലൈനായോ ഓഫ്ലൈനായോ നിങ്ങൾ പഠിച്ച വിഷയത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്, ഇപ്പോൾ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഒറ്റ ട്രാൻസ്ക്രിപ്റ്റ് ആക്കി അതിൽ ക്രെഡിറ്റ് രേഖപ്പെടുത്തി വെസ് പറയുന്ന രീതിയിൽ അവർക്ക് ഡയറക്റ്റായിട്ട് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴി വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും നിലവിലുണ്ട്. ശേഷം വെസ് അത് റീവെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ വെസ് അക്കൗണ്ടിൽ തന്നെ അറിയാൻ സാധിക്കും. ഇൻവൈറ്റഡ് ആണോ, ഫെയിൽഡ് ആണോ, പെൻഡിങ് ആണോ എല്ലാം അറിയാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ കാനഡയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ UK പോകുന്ന സമയത്ത് നിങ്ങളുടെ വെസ് അക്കൗണ്ട് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നോർമൽ ഡിഗ്രിയാണ്, നാട്ടിലെ 3 ഇയർ ഡിഗ്രിയാണ് ചെയ്തതെങ്കിൽ അവിടുത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ അതിന് മാത്രമേ തുല്യമാവാറുള്ളൂ. അതേസമയം BPharm, MBBS, നഴ്സിംഗ് തുടങ്ങിയ ഡിഗ്രികൾക്ക് അവിടുത്തെ ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആണ്. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്.